നമസ്കാരം. ഡെയിലി ടോപ്പ് 10 റിവ്യൂ ചാനലിലെ വീണ്ടും എല്ലാവർക്കും ഒരു റിയാക്ഷൻ വീഡിയോയുമായി നമ്മൾ മുന്നിലേക്ക് വരികയാണ്. ഇന്നത്തെ വിഷയം ഫിലിം ചേംബറും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള വലിയൊരു ഇഷ്യൂ തുടക്കം ആഗതമായി. സപ്പോസ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഇൻഡസ്ട്രി ഇനി എങ്ങനെ നിലനിൽക്കും എന്നതിൻ്റെ സൂചനയാണ്. അതായത് വരാൻ പോകുന്ന ഒരു അഗ്നിപർവ്വതം എന്ന് തന്നെയാണ് ഇതിനെ പറയാൻ പോകുന്നത്. ഈ വിഷയം പൊതുജനങ്ങളിൽ വലിയൊരു ചർച്ചയാകുന്ന കാര്യമാണ്. താല്പര്യത്തിനും വഴിയൊരുക്കിക്കൊണ്ട് മാർച്ച് 27 അതായത് എമ്പുരാൻ റിലീസ് ചെയ്യുന്ന സമയത്ത് ഫിലിം ചേംബർ പ്രതീകാത്മക പണിമുടക്ക് നടത്താൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. പുതിയ സിനിമകളുടെ റിലീസുകൾക്കും കരാറുകൾക്കും ഒപ്പിടുന്നതിന് മുമ്പ് അനുമതി വാങ്ങണമെന്ന് സംഘടന, അതായത് പ്രൊഡ്യൂസ് സംഘടന നിർബന്ധം പിടിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇത് അമ്മ സംഘടനക്കും വലിയൊരു പ്രതിഷേധവുമായി വരുന്നുണ്ട് പലരും. അമ്മ സംഘടന ഈ ഒരു കാര്യത്തെ ഒട്ടും അവർക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. അവർ ഇതിനെ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ്. അത് താരങ്ങളുടെ പ്രതിഫലം തന്നെയാണ് അവിടെ വിഷയമെന്നത് നേരത്തെ നമുക്കറിയാമായിരുന്നു. അപ്പോൾ താരങ്ങളുടെ പ്രതിഫലമാവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫിലിം ചേംബർ എന്ന ഡിസിഷൻ എടുക്കുന്നത് ആ സെക്രട്ടറിയും അതിലെ ആൾക്കാരൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഫിലിം ചേംബർ എന്ന് പറയുന്ന ഒരു പ്രസ്താവന നടത്തിപ്പോകുന്നവരാണ് അതിൻ്റെ ആൾക്കാർ. അപ്പം നമുക്കിപ്പോൾ അറിയേണ്ടത് ഫിലിം ചേംബർ ഇഷ്യൂസ് എന്ന് തന്നെയാണ്. അപ്പോൾ അവർ തിയേറ്റർ ഉടമകളും കൂടിയാണ്. അപ്പോൾ തിയേറ്ററെല്ലാം അടച്ചു പൂട്ടാനുള്ള സകല കാര്യങ്ങളും ഇവർ ചെയ്യുന്നു. കേരളത്തിലെ ഒരു വിനോദ വ്യവസായത്തിലെ ഏക കുടക്കീഴിലുള്ള സംഘടനയായ മലയാള ഫിലിം ആൻഡ് ടെലിവിഷൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഈ 5ാം വർഷവും അതിന്റെ സേവനം തുടരുന്നു എന്നാണ് നമ്മളൊരു ഫിലിം ചേംബറിന്റെ കാര്യം. അംഗത്തിനെ അപേക്ഷിക്കുന്ന ഒരു അസോസിയേറ്റ് അംഗമാണ് ഈ ഫിലിം ചേംബർ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു വലിയൊരു തിരിച്ചടി എമ്പുരാൻ എന്ന സിനിമക്ക് അതിന്റെ റിലീസ് ഡേറ്റിന് വലിയൊരു ആഘാതം സംഭവിക്കാൻ പോകുന്നതിന്റെ മുൻകൂട്ടിയാണ് എമ്പുരാന് പണി എന്ന ടാഗ് ലൈനിൽ വരുന്നത്. ഇതിലെ കൂടുതലായി ഈ ഒരു കേസുമായി ബന്ധമുള്ളത് in the aftermath of the on-again tussle between various film-related organizations regarding industry-wide strike, ഒരു സ്ട്രൈക്ക് തന്നെയാണ് റീസെന്റ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിക്കുന്നത്. ദ കേരള ഫിലിം ചേംബർ കൊമേഴ്സ് ഹാസ് ഇഷ്യൂഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ടു വാരിയസ് അസോസിയേഷൻ. ഇത് ഗവൺമെന്റിന് പോകും ഈ ഒരു പരാതി. അപ്പോൾ ഇത് മാർച്ച് 25 obtain permission from the period signing and contact. Kerala Film Chamber has decided reportedly go ahead their talk and strike മാർച്ച് 27 അത് വലിയൊരു പണിമുടക്ക് തന്നെ സമരം അലിഗേഷൻസ് ഇവിടെ സ്റ്റാർട്ടായി. L2 എമ്പുരാൻ ആന്റണി പെരുമ്പാവൂർ സ്റ്റേറ്റ് തിയേറ്റർ ഓൺ ദ സെയിം ഡേറ്റ്. ആ സെയിം ഡേറ്റ് തന്നെ തിയേറ്റർ പൂട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും? സിനിമാ മേഖലകളിൽ ഏറ്റവും വലിയൊരു സിനിമക്ക് എന്ത് സംഭവിക്കും? ആശീർവാദ് സിനിമ ഡയറക്ടർ പ്രൊഡ്യൂസർ ചെയ്യുന്ന പൃഥ്വിരാജ് സുകുമാരൻ്റെ 2ാം ഭാഗമുള്ള വലിയൊരു സിനിമക്ക് എന്ത് സംഭവിക്കുമെന്നത് ജനങ്ങൾ കാത്തിരിക്കും. നമുക്കെങ്ങനെ പൂർത്തിയാക്കാൻ പറ്റും? നമ്മളെല്ലാം ഒരുപോലെ ആഗ്രഹിച്ചും നിന്നും ആ ഒരു മാസ് സിനിമയെ ആ ഒരു നമ്മളെയൊക്കെ മനസ്സ് പിടിച്ചു കുലുക്കിയ എമ്പുരാൻ എന്ന സിനിമക്ക് എന്ത് സംഭവിക്കും?
ആന്റണി പെരുമ്പാവൂരിന് നല്ലൊരു പണിയുമായി ഫിലിം ചേംബർ മാർച്ച് 27 വരുമെന്ന് തന്നെയാണ് ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ന്യൂസിലേക്ക് ഒന്ന് പോകാം. ആന്റണി പെരുമ്പാവൂരിനെ പൂട്ടാൻ പുതിയ നീക്കവുമായി ഫിലിം ചേംബർ. മാർച്ച് 25 ശേഷം സിനിമ റിലീസിന് ഫിലിം ചേംബറിന്റെ അനുമതി വേണമെന്ന നിർദ്ദേശം. ചേംബറിന്റെ അനുമതിക്ക് ശേഷമേ കരാർ ഒപ്പിടാവൂ എന്ന് സംഘടനകൾക്ക് കത്ത് നൽകിയിരിക്കുന്നു. പുതിയ നീക്കം എമ്പുരാനെ ലക്ഷ്യമിട്ടാണെന്നാണ് സൂചന. എമ്പുരാന്റെ റിലീസ് മാർച്ച് 27-നാണ്. സൈഫിനിസ അലിയാർ വിവരങ്ങൾ നൽകും. സൈഫിനിസ, എന്താണ് ഇപ്പോൾ ഫിലിം ചേംബർ മനസ്സിൽ കാണുന്നത്? എമ്പുരാനെ പൂട്ടുക എന്ന് പറഞ്ഞാൽ ആന്റണി പെരുമ്പാവൂരിനെ മാത്രം പൂട്ടുക എന്ന അർത്ഥമില്ല. അല്ല മറ്റുള്ള പലർക്കും ഉണ്ട്. 25-ന് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് ചേംബറിന്റെ അനുമതി വേണം. എല്ലാ സിനിമക്കും ഒരു അനുമതി കിട്ടിയാലേ നിർദ്ദേശം. സിനിമാ സംഘടനകൾ എന്ന് പറയുമ്പോൾ അത് ഫിലിം ചേംബറിന്റെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള സംഘടനകളാണ്. ഒന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, മറ്റൊന്ന് ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, മറ്റൊന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിലിം ചേംബർ കത്ത് നൽകിയിരിക്കുന്നത്. അതായത് സൂചനാ പണിമുടക്ക് ഈ മാസം, അതായത് മാർച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സൂചനാ പണിമുടക്കിന് പിന്നാലെ സർക്കാരുമായി ചർച്ച നടത്തും. സർക്കാരുമായി ചർച്ച നടത്തി ഇക്കാര്യത്തിൽ ഒരു ധാരണ വരികയാണ് എങ്കിൽ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകും. അതല്ല ധാരണയായി മുന്നോട്ട് പോകും. അപ്പോൾ കരാറുപ്പെട്ട സിനിമകൾ പ്രദർശിപ്പിക്കാതിരിക്കുമ്പോൾ അത് പിന്നീട് നിയമ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട്. അത് ഒഴിവാക്കാനാണ് ഇപ്പോൾ ഈ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് ഫിലിം ചേംബറിന്റെ അനുമതി വാങ്ങണമെന്ന് നിർദ്ദേശം നൽകുന്നത് എന്നാണ് ഫിലിം ചേംബറിന്റെ ഭാരവാഹികൾ പറയുന്നത്. പക്ഷേ മാർച്ച് 25-ന് ശേഷമുള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ തൊട്ടു പിന്നാലെ വരുന്ന സിനിമ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന മോഹൻലാൽ നായകനാകുന്ന സംവിധാനം ചെയ്യുന്ന എമ്പുരാനാണ്. ഈ സിനിമയുടെ ആന്റണി പെരുമ്പാവൂരുമായി ഫിലിം ചേംബർ വിശദീകരണം ചോദിച്ചടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു അനുമതി പത്രം കൂടി വാങ്ങണമെന്ന് ഫിലിം ചേംബർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് ആന്റണി പെരുമ്പാവൂരിനെ ലക്ഷ്യമിട്ടുള്ള ഒരു നടപടിയാകാനും സാധ്യതയുണ്ട്. അങ്ങനെയല്ല എന്നാണ് ഭാരവാഹികൾ പറയുന്നത്. തുറന്നു സമ്മതിക്കാൻ ഇവർ തയ്യാറാകുന്നുമില്ല. എന്തായാലും സൂചനാ പണിമുടക്ക് അതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. 7-ാം തീയതിക്കകം സൂചനാ പണിമുടക്കിന്റെ ഒരു തീയതി തീരുമാനിക്കുകയും ചെയ്യും. അതിനൊപ്പം തന്നെ വിശദീകരണ കുറിപ്പ്, അതായത് ആന്റണി പെരുമ്പാവൂരിന്റെ വിശദീകരണം ലഭിച്ച ശേഷം ഫിലിം ചേംബർ ഒരു യോഗം ചേർന്ന് ഇതിന്റെ മറ്റു നടപടികൾ ആലോചിക്കും എന്നുമാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും എമ്പുരാൻ സിനിമ അടക്കം ഇനി ഫിലിം ചേംബറിന് അനുമതി വാങ്ങിയ ശേഷമേ കരാർ ഒപ്പിടാനാകൂ എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ ഫിലിം ചേംബർ എടുത്തിരിക്കുന്നത്. ഈ ഫിലിം ചേംബറിന്റെ ആരെങ്കിലും ഇപ്പോൾ പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുമോ സൈഫിനിസ? തീർച്ചയായും സജി നന്ദിയാട്ട് പരസ്യ പ്രതികരണത്തിന് തയ്യാറാകും. സജി നന്ദിയാട്ടാണ് ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറി. സജി നന്ദിയാട്ടാണ് ഇപ്പോൾ കത്ത് അയച്ചിരിക്കുന്നത്. കത്തയച്ചിരിക്കുന്നത് ഫിയോക്കിനും ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമാണ്. സജി നന്ദിയാട്ട് ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇത് എമ്പുരാനെതിരെ ഒരു നടപടിയല്ല. മാർച്ച് 25-ന് ശേഷം ഇറങ്ങുന്ന സിനിമകൾ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാതിരിക്കുകയാണ് എങ്കിൽ ഒഴിവാക്കാകേണ്ടി വരും. അത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഫിയോക്കിന്റെയും ഒപ്പം തന്നെ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിനൊപ്പം നിൽക്കുക എന്നൊരു ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കുന്ന സംഘടനകൾ, നിർമ്മാതാക്കളാണെങ്കിലും ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിലും തിയേറ്റർ ഉടമകളാണെങ്കിലും നിലവിലുള്ള പ്രൊഡ്യൂസേഴ്സിന് പണി കിട്ടാനും സാധ്യത. ഈ എമ്പുരാന്റെ റിലീസ് 27-നാണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ താരങ്ങളുള്ള പ്രൊഡ്യൂസേഴ്സ് അടക്കമുള്ള സിനിമകൾ എമ്പുരാൻ മാത്രമല്ല മാർച്ചിൽ റിലീസ് ആകുന്നത്. അവധിക്കാലമായതുകൊണ്ട് നിരവധി സിനിമകൾ റിലീസ് ആകുന്നുണ്ട്. ഈദുൽ ഫിത്തർ പ്രമാണിച്ച് ഒരുപാട് സിനിമകൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. എമ്പുരാൻ മാത്രമല്ല. അങ്ങനെ എമ്പുരാനെ മാത്രം ലക്ഷ്യമിട്ടെടുത്തിരിക്കുന്ന ഒരു തീരുമാനവുമല്ല. അപ്പോൾ എമ്പുരാന് മാത്രം ഒരു ലക്ഷ്യമിട്ട ഒരു സിനിമയുമല്ല. പക്ഷേ എമ്പുരാന് നന്നായി പണി കിട്ടുന്ന ഒരു ഫൈറ്റും കൂടിയാണ് ഈ ഫിലിം ചേംബറും ഡിസ്ട്രിബ്യൂട്ടറും കൂടുതൽ അമ്മയുമൊക്കെ കൂടെ വലിയൊരു ചർച്ച തന്നെ ഇപ്പോൾ സംഘടനയിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. ഈ ഇൻഡസ്ട്രിയിൽ തമ്പിടിക്കുന്ന എന്തും ഇൻഡസ്ട്രിയിൽ തന്നെ അവസാനിക്കേണ്ട കേസാണ്. ഒരാൾ താന്നു കൊടുത്താൽ മറ്റൊരാൾ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് തന്നെയാണ്. പക്ഷേ ഗവൺമെൻറ് ടാക്സും GSTയും കൂട്ടിയതിൻ്റെ പ്രകാരമാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സൊക്കെ തിയേറ്റർ വൻ നഷ്ടമായതുകൊണ്ട് എല്ലാം പൂട്ടിക്കെട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ OTTക്ക് വൻ ലാഭത്തിലൊന്നുമല്ലല്ലോ സിനിമ അവർക്ക് കച്ചവടം കൊടുക്കുന്നത്. ഇരട്ടി ലാഭം അവരും പിടിക്കുന്നുണ്ടാവും.
ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നൊരു കാറ്റഗറി, ഒരു ക്രൈറ്റീരിയ, അത് ലോകത്തെവിടെയും കാണാകാത്ത ഒരു വിസ്മയമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു വലിയൊരു അലിഗേഷൻ തുടക്കം ആരംഭിക്കാൻ പോകുന്നത്. അതായത് മലയാള സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി ഇതൊക്കെ തന്നെയായിരിക്കും. മുമ്പും പല ഇഷ്യൂസ്, സിനിമ കാര്യങ്ങളിൽ ഒരുപാട് ഇഷ്യൂസ് നിലവിലുണ്ട്. ഹേമ റിപ്പോർട്ടും അതൊക്കെ കൂടി ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒരു താരങ്ങളും തമ്മിലുള്ള ഫൈറ്റും നിയന്ത്രണത്തിലല്ല. അപ്പോൾ ഇവിടെ മോഹൻലാൽ എന്ന് പറയുന്ന അമ്മ സംഘടനയിലെ പ്രസിഡന്റും കൂടി കൂടുതൽ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി. ആർക്കും ഇവിടെ ഒഴിഞ്ഞു നിൽക്കാനാവില്ല. സിനിമാ സംഘടനയ്ക്കായാലും ഡിസ്ട്രിബ്യൂട്ടർക്കായാലും ഏത് സിനിമ രീതിയിൽ ജീവിക്കുന്നവരായാലും അവർ മുന്നോട്ട് വരണം. കൈ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു ടൈമല്ല അത്. ബിക്കോസ് ഇതുപോലെയുള്ള ഒരു സമയത്താണ് എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരു ദൃഢമായ വിശ്വാസം കൈക്കൊള്ളേണ്ടത്. അപ്പോൾ സിനിമ എന്ന് പറയുന്ന നമ്മുടെ എൻ്റർടൈൻമെൻറ്റിന് വലിയൊരു വീഴ്ച സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രേക്ഷകരും കൂടി, കാണികളും അതിലൊരു വാദിയാകുകയാണ്. എല്ലാം കാണുന്നത് പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകരിലെ ഒരു സാധാരണക്കാരൻ തന്നെയാണ് നമ്മളും. ആ ഒരു വ്യവസ്ഥയിൽ ചോദിക്കുകയാണ്, ഇതൊക്കെ ആവശ്യമുണ്ട്. സിനിമ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് തന്നെയാണ്. അവിടെ നഷ്ടങ്ങളുണ്ടാവാം. പല ബൂമറാങ് പോലെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അതിനൊക്കെ നമുക്ക് ക്രൈറ്റീരിയ എന്ന് പറയാം. ഒരു ലക്ഷ്യത്തിലെത്തി അവിടെ നിന്ന് പല സിനിമകളും ഫ്ലോപ്പായിട്ടുണ്ട്. ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സിനിമയിൽ അപ്ഡേറ്റഡായ ഒരുപാട് സിനിമകളുടെ നഷ്ടം തിയേറ്ററുകൾക്ക് ഫ്ലോപ്പാകാം. അപ്പം തിയേറ്റർക്ക് അത് ലാഭമില്ല. അവർക്ക് പോപ്കോൺ മാത്രമാണ് ലാഭമെന്നവർ പറയും. അപ്പോൾ ആരുടെ ഭാഗത്തും ഒരു സത്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ വലിയൊരു പോസ്റ്റ് ഇട്ട് അത് അവർക്ക് തിരിച്ചറിയായി. അപ്പോൾ ഇവിടെ എല്ലാം ഒരു കുളമായി കിടക്കുകയാണ്. അപ്പോൾ ഈ കുളമായ കാര്യത്തെ നേരാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തം? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇത് ശരിയാക്കേണ്ടത് ആരാണ്, എങ്ങനെയാണ്, ആരാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവർ മൂന്നും ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ സിനിമയുടെ അകത്തെ വിഷയങ്ങളല്ല അവർ കൈകാര്യം ചെയ്യുന്നത്. സിനിമയുടെ പുറത്തുള്ള അവരുടെ സ്റ്റുഡിയോകളാണ് അവർ നിയന്ത്രിക്കുന്നത്. സിനിമ എന്ന് പറയുന്ന അഭിനയം കാഴ്ചവെക്കുന്ന, വർക്ക് ചെയ്തു വരുന്ന നടൻ, നായിക, അങ്ങനെ പറയുന്ന ഉൾക്കൊള്ളുന്ന ഒരുപാട് പേർ അവർ തൊഴിലാളികൾ തന്നെയാണ്. അപ്പോൾ ആ തൊഴിലാളികൾക്കും പിന്നിൽ ജീവിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവരുടെ വരുമാന മാർഗം മുടങ്ങുന്നതും നമുക്ക് കാണേണ്ടി വരും. പക്ഷെ ഒരു ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം കൊണ്ട് മാത്രം നടത്തിപ്പോകുന്നതാണോ സിനിമ? എനിക്കവിടെ സംശയമുണ്ട്. പക്ഷേ ഗവൺമെൻറ് എന്നും സിനിമയെ അംഗീകരിച്ച് നിർത്തിയതാണ്. പലപ്പോഴും സിനിമ എന്ന് പറയുന്ന ഒരു ഇതുണ്ടായതുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് നിലനിൽപ്പുണ്ടായിട്ടുണ്ട് കുറേ വർഷകാലം. അതുകൊണ്ട് തന്നെ സിനിമയെ, കൂട്ടായ്മയെ, അവർ പറയുന്ന കാര്യങ്ങൾക്ക് ഗവൺമെൻറ് നിന്നേക്കാം. നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല ഗവൺമെൻറ് തീരുമാനത്തിലെന്ന് മുൻകൂട്ടി പറയാം. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് സിറ്റുവേഷൻ ഈസ് ബിഹൈൻഡ്. അതൊരു വലിയൊരു ബിഗിനിങ്ങിലേക്ക് തന്നെ പോവുകയാണ്. ഇതുവരെ ഉണ്ടാവാത്ത ഒരു അപ്രോച്ച്
പ്രൊഡ്യൂസേഴ്സ് ഭാഗത്തു നിന്ന് സിനിമ താരങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കുകയാണ്. എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് യാതൊരു പ്രശസ്തിയുമില്ല. അപ്പോൾ നത്തിങ് ഇമ്പോസിബിൾ, ഇതൊരു ഇമ്പോസിബിളായ പോസിബിലിറ്റി ഇല്ലാത്തൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ചാനൽ വാർത്തകളിൽ, മീഡിയകളിൽ ഇത് നിരവധി ചർച്ചയാകണം എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാലേ ഇനി സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിക്ക് നിലനിൽപ്പുള്ളൂ. അതിൻ്റെ അടിത്തറ വീണ്ടും പണിയണമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ സിനിമയുടെ അടിത്തറക്കാണ് ബലക്കുറവ്. അപ്പോൾ താരങ്ങൾക്ക് ഒരു ബലക്കുറവും ഞാൻ കാണുന്നില്ല. പക്ഷേ അടിത്തറ എന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സ്, അവരാണ് സിനിമയ്ക്ക് നിലനിൽപ്പ്. അപ്പോൾ അവരില്ലാതെ സിനിമ എങ്ങനെ മുന്നോട്ട് പോകും? ഇവരില്ലാതെ ഇവർ എങ്ങനെ മുന്നോട്ട് പോകും? എല്ലാം ഒരു കൂട്ടമായ തീരുമാനത്തിലല്ലേ? അപ്പോൾ ആ തീരുമാനങ്ങൾ നന്നായാലേ ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധി നിശ്ചയിച്ച് പഴയതുപോലെ മുന്നോട്ട് പോകും. ഈ 27 മാർച്ചിന് വരുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും എമ്പുരാൻ. ലോകത്തിലെ ഏറ്റവും വലിയൊരു സിനിമയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലെയും സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് വരുന്ന അടിക്ക് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ സോൾവ് ചെയ്യുന്നതിന് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്നൊരു വാക്കുകൊണ്ട് അത് തിരുത്താവുന്നത്. വാശിയും ഒക്കെ കാണിച്ച് റിലീസ് മാറ്റിവെച്ച് ആ ഒരു സിനിമ റിലീസ് ചെയ്യാൻ കഴിയാതെ, പുറത്തിറങ്ങാൻ കഴിയാതെ കെട്ടിക്കിടക്കേണ്ടി വരും. ഇതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്. മുൻവിധിയോട് സംസാരിക്കുന്നതല്ല. സിനിമ എന്നത് നമ്മുടെയും സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് ഒരു ഇടിവ് വരുന്നു എന്ന് പറയുമ്പോൾ ഈ ഭൂമിക്ക് തന്നെ ക്ഷതമേറ്റതുപോലെയാണ്. അപ്പോൾ സാധാരണക്കാർക്ക് താങ്ങുന്ന ഒരു വിഷയമായിരുന്നില്ല ഇത്. പേഴ്സണലായി പറയണമെങ്കിൽ പറയാം, ഇതൊക്കെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് ലാഭമുണ്ടാക്കുന്നതല്ല. അവിടെ ലോസ് ഉണ്ടാകും. ഒരു ലോ കളി കൊടുത്തേ മുന്നോട്ട് കയറാൻ പറ്റൂ. അത് പ്രൊഡ്യൂസേഴ്സിന് അറിയാം എന്നത് എനിക്കറിയാം. കാരണം അവർ ഇത്രയും കാലം ജീവിച്ചതും അങ്ങനെ തന്നെയാണ്. താരങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് പണിയെടുത്താൽ മതി. സാലറി കിട്ടിയില്ലെങ്കിൽ അവർ പണിയെടുക്കില്ല. ഇത് സാധാരണ ജോലി പോലെ തന്നെയാണ്. പക്ഷേ ഒരു എക്സ്ട്രാ ഇൻകം സിനിമയിൽ നിന്നുണ്ടാക്കാൻ പറ്റും. ആ ഇൻകത്തിന് വേണ്ടിയാണ് ഇവർ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം GSTയും ടാക്സും ഒക്കെ ഉണ്ടാവുമ്പോൾ അവിടെ ഇവർക്ക് കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ അവിടെ പോകുന്നു എന്ന ചിന്ത ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ പ്രൊഡ്യൂസേഴ്സ് മെമ്പേഴ്സ് അവർ നോട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ കാര്യത്തിലും ഒരു ബഡ്ജറ്റ് ഇത്ര വേണമെന്നുണ്ട്, ഇവരുടെ കാര്യത്തിലും ഇത്ര ബഡ്ജറ്റ് നിലനിൽക്കണമെന്നുണ്ട്. രണ്ടുപേരുടെയും ഒരു ഗ്രൂപ്പായ തീരുമാനമാണെങ്കിൽ, പക്ഷേ ഒറ്റ തീരുമാനത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു സംഘടനയല്ല സിനിമ. അതാണെന്നാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് ഇത്രയും കാലം കണ്ടു നിന്നത്. അപ്പോൾ ഒരുമിച്ച് കൂട്ടായ്മയാണ് സിനിമയ്ക്ക് എന്നും നിലനിൽപ്പുണ്ടാകുക എന്നെനിക്ക് പണ്ടേ തോന്നി. അതുകൊണ്ട് പറയാം. അപ്പോൾ മോഹൻലാൽ എന്ന നടനും ഇതിന് വലിയ തിരിച്ചടി കിട്ടും. കാരണം എമ്പുരാൻ എന്ന സിനിമ ഇറങ്ങുന്ന മുമ്പ് തന്നെ ഇതൊരു വലിയൊരു ആഘാതം ഉണ്ടാക്കും. അപ്പോൾ എന്താണ് സപ്പോസ് നമുക്ക് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? സിനിമ നിരൂപകർ, അതിലുള്ള ആൾക്കാർ എല്ലാവരും നോട്ടീസ് ചെയ്യപ്പെട്ടത്. അവിടെ വലിയൊരു സമരമാണ് നമ്മുടെ മുന്നിൽ. ഈ ഒരു സമരം പണിമുടക്ക് തന്നെയാണ്. ഏതൊരു രാഷ്ട്രീയക്കാരൻ, ഏതൊരു പൊളിറ്റീസ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അതേപോലുള്ളൊരു പണിമുടക്ക് സിനിമയിലും സാധ്യതപ്പെടാം. അപ്പം ഇത് എന്നേക്കുമുള്ള ഒരു അടച്ചുപൂട്ടലാണെങ്കിൽ വലിയൊരു എൻ്റർടൈൻമെൻറ്റ് നിലനിൽപ്പ് ഇവിടെ പോകുമെന്നതാണ് എൻ്റെ ചിന്ത. അപ്പോൾ എന്ത് സംഭവിക്കും? എല്ലാം കാണാൻ
പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അത് കാത്തിരിക്കുന്നതോടൊപ്പം നമ്മുടെ അഭിപ്രായം മാറുകയും ചെയ്യും. അപ്പം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. കാരണം സിനിമ എൻജോയ് ചെയ്യുന്നവരാണ്. പക്ഷെ ആ എൻജോയ്ക്കൊപ്പം വലിയൊരു തിരിച്ചടി വരുന്നുണ്ട് എന്നതും കൂടി നമ്മൾ ആഗ്രഹിക്കും. തിരിച്ചുവിടി വരുന്നുണ്ട്. സിനിമയ്ക്ക് ഇതിനും കൊണ്ട് വലിയ അടി കിട്ടാനില്ല. AMR റിപ്പോർട്ടൊക്കെ ക്ലിയറായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചാൽ തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാകുന്നേ. എല്ലാം ലാഗ് ചെയ്ത് സമയം പോയിപ്പിച്ച് ഒന്നിനും ഒരു തീരുമാനത്തിലെത്തിക്കാതെ ഇങ്ങനെ നിന്ന് കളയുമ്പോഴാണ് സിനിമ നിങ്ങളെ തോൽപ്പിക്കുന്നത്. അപ്പം ഇവർ പൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ ഇനി സിനിമകൾ എന്ത് ചെയ്യും? ഒരുപാട് പൂജകളും ഒക്കെ ചെയ്ത് കമ്മിറ്റ്മെൻറ്റ് ചെയ്ത നടന്മാർ എന്ത് ചെയ്യും? അഭിനയിച്ചവർ എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ടർ, അവിടെ കൊളാബറേറ്റ് ചെയ്തവർ, അവിടെ നിൽക്കുന്ന എല്ലാവർക്കും പണി കിട്ടും. സപ്പോർട്ടിങ് ആക്ടേഴ്സിനും പണി കിട്ടും. അപ്പം ആന്റണി പെരുമ്പാവൂരിന് നല്ലൊരു പണി വരാൻ എന്തുകൊണ്ടും സാധ്യത കൂടുതലാണ്. ജയൻ ചേർത്തലയ്ക്കും ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്ന സംഘടനയല്ല, സിനിമയാണ് നമ്മൾ വളർത്തേണ്ടത്. സംഘടനകൾ ഉണ്ടാകണം, പക്ഷെ അത് നല്ലതിന് വേണ്ടിയായിരിക്കും. പക്ഷെ സിനിമ പ്രേക്ഷകരുടെ, അവർ തീരുമാനിക്കേണ്ടതാണ് സിനിമ നിൽക്കണോ നിലനിൽക്കേണ്ടോ. സിനിമ നിലനിൽക്കണം, എൻ്റർടൈൻമെൻ്റ് ആവശ്യമാണ്. ബട്ട് ഇതുപോലുള്ള ദുരവസ്ഥകളെ ഒട്ടും മെയിൻ ചെയ്യാതെ നിൽക്കുമ്പോൾ ആ സിനിമക്ക് ഒരു കൂച്ചുവിലങ്ങ് ഉണ്ടാവും. ആ കൂച്ചുവിലങ്ങ് നമ്മൾ കണ്ടില്ല എന്ന് കരുതി കാണാതിരിക്കരുത്. താരങ്ങളായാലും പ്രൊഡ്യൂസേഴ്സ് ആയാലും ഏവരായാലും തൻ്റെ റെസ്പോൺസിബിലിറ്റി കാട്ടുക എന്നത് അവരുടെ ധർമ്മമാണ്, അവരുടെ കഴിവാണ്, അവരുടെ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു പോസിബിലിറ്റിയായി കാര്യങ്ങൾ കണ്ട് തീരുമാനമെടുക്കാം. മീഡിയ നിങ്ങൾക്കൊന്നും നേടിത്തരാൻ വേണ്ടിയല്ല ഈ പബ്ലിസിറ്റി ചെയ്യുന്നത്. ഇറ്റ്സ് ജോബ്, അത് അവരുടെ തൊഴിലാണ്. ആ തൊഴിലും ഈ തൊഴിലും കൂടി കൂട്ടുമ്പോഴാണ് സിനിമയുണ്ടാകുന്നത്. അപ്പോൾ മീഡിയ ഉണ്ടാവണം, മീഡിയയോട് കറക്റ്റ് തന്നെ ഉത്തരം പറയുകയും വേണം. ബട്ട് ഒരു സൊസൈറ്റി ഇത് അംഗീകരിക്കുകയും വേണം. എല്ലാം ചെയ്തിട്ടേ ഒരു സിനിമ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് തീരുമാനമാണോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം സിനിമ വേറൊരു കമ്മിറ്റ്മെൻ്റാണ്. അപ്പോൾ നഷ്ടങ്ങളാണ് സിനിമകളിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. അതായത് പ്രൊഡ്യൂസേഴ്സ് ആകുമ്പോൾ താരങ്ങൾക്ക് ലാഭങ്ങളാണ്. അപ്പോൾ ആരാണ് ഇളവ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് എൻ്റെയും ഒരു സംശയമാണ്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നടക്കാൻ സാധ്യതയുണ്ട്. കാരണം അതെന്തുകൊണ്ടാണെന്നത് തീർച്ചപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ സിദ്ദീഖിന് വന്ന തിരിച്ചടി, ദിലീപ്, അങ്ങനെ പലർക്കും ഒരുപാട് തിരിച്ചടികൾ കിട്ടിയ കാലഘട്ടമായിരുന്നു കൊറോണ കാലഘട്ടത്തിന് ശേഷം. അപ്പോൾ നിരവധി ആൾക്കാർ പ്രതികളായ ഒരു ഇൻഡസ്ട്രിയും കൂടിയാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രി. ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിനിമാ സംഘടനക്കും ഇൻഡസ്ട്രിക്കും ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, താരങ്ങൾക്ക്. അപ്പം അവരുടെ ധാർമ്മിക രോഷം അവർക്ക് സ്വയം പൗരത്വമായി നേടിയെടുക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടവനുണ്ട്. നേടിയവൻ്റെ അവസ്ഥയല്ല നമ്മൾ നോക്കേണ്ടത്, നഷ്ടപ്പെട്ടവൻ്റെ അവസ്ഥക്ക് തന്നെയാണ് നമ്മൾ പിന്തുണ കൊടുക്കേണ്ടത്. അവരാണ് എയിം ചെയ്യേണ്ടത്. അവരാണ് നിങ്ങൾക്ക് വേണ്ടി ചാടിക്കളിക്ക് കുഞ്ഞരാമ എന്ന് പറഞ്ഞപ്പോൾ അവിടെയും ഇവിടെയും ചാടിക്കളിക്കുന്നത്. അപ്പോൾ അവരില്ലാതെ നിങ്ങൾക്കും നിൽക്കാൻ കഴിയില്ല, നിങ്ങളില്ലാതെ അവർക്കും നിലനിൽക്കില്ല.
അപ്പോൾ രണ്ടുപേരും വ്യൂവർഷിപ്പിന് വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത്. ആ വ്യൂവർഷിപ്പ് നിലനിൽക്കണമെങ്കിൽ സപ്പോർട്ടീവ് ഉണ്ടാവണം, സപ്പോർട്ട്മെൻ്റ് ഉണ്ടാവണം, നിങ്ങൾ തുല്യരാണ് എന്ന ബോധം കൂടി വേണം. പൊതുസമൂഹത്ത് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുണ്ട്. ഏതൊരു വിശ്വാസത്തിലും ഏതൊരു വ്യക്തിക്കും ഇത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. നമ്മുടെ നഷ്ടം നമ്മൾ തിരിച്ചറിയേണ്ടത് എവിടെയാണെന്നത് ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കുന്നു എന്നതാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ആരെയും പൂശാനായിട്ട് നിൽക്കരുത്. അപ്പോൾ ഇനി എന്ത് നടക്കാം? 25-നാണ് പലതും ഇനി നടക്കേണ്ടത്. ഇനി എന്തൊക്കെ നടക്കും എന്നത് നമുക്ക് കണ്ടറിയാം, കേട്ടറിയാം.